ശരണമയ്യപ്പ. ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ അമ്പലയാത്ര ചാനൽ കൂടെ നമ്മൾ വർത്തക് നഗർ ഥാനെ വർത്തക് നഗർ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ നമ്മളിപ്പോൾ എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ സമയം 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. 5:30 തുറക്കുള്ളൂ എന്നുള്ള അറിവുണ്ട്. അടഞ്ഞ അമ്പലത്തിൻ്റെ നല്ലൊരു ഗോപുരവാതിൽ അവിടെ കൂടിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേക അയ്യപ്പസ്വാമിയുടെ പ്രധാന മൂർത്തിയെങ്കിലും ഉപമൂർത്തികൾ ഉണ്ട്, സകുടുംബം ഉണ്ട് എന്നുള്ളത് പറയില്ലേ, രണ്ടമ്മമാരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ തൊട്ടടുത്തുള്ളൊരു ഗണപതിയുടെ അമ്പലത്തിലേക്ക് തൊട്ടടുത്ത് തന്നെയുണ്ട് ഗണപതിയുടെ ഒരു ചെറിയൊരു ഗണപതി, അതേമാതിരി ഒരു സ്വാമിയുടെ അമ്പലവും ഉണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, കാനിനാഥ മന്ദിർ, അത് രണ്ടും ഒന്ന് പോയതാണ്. ഗണപതി നല്ല സിദ്ധിവിനായക മൂർത്തി മാതിരി നല്ല ഭംഗിയുണ്ട്. ഇവിടെ മൂർത്തി, ഇവിടെ ദിഗംബരനും ഹനുമാൻ സ്വാമിയുണ്ട്, ശ്രീനാഥ സ്വാമിയുണ്ട്, സംഗീതമാതയുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ട് നമ്മൾ വീണ്ടും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നട തുറന്നു. അപ്പോൾ ഉള്ളിൽ ഫോട്ടോ എടുക്കാനും പറ്റില്ല. ഇത് കണ്ടില്ലേ, കൊടിമരം എന്ത് ഭംഗിയാണല്ലോ, അറിയില്ലേ. പാർവതീദേവിയുണ്ട് ഫേസ് ചെയ്ത്, ശിവഭഗവാനുണ്ട്, വിഷ്ണു ഉണ്ട്, ഗണപതിയുണ്ട് പുറത്ത്, ചുറ്റമ്പലത്തിൻ്റെ പുറത്തായിട്ട് ഹനുമാൻ സ്വാമിയുണ്ട്, സുബ്രഹ്മണ്യ സ്വാമിയുണ്ട്, നാഗദേവതകളുണ്ട്, നവഗ്രഹങ്ങളുണ്ട്. കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടുള്ള കൊടിമരാന്നുള്ളതല്ലേ. അമ്പലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലിരുന്ന് എത്തിയ പ്രതീതിയാണ്, നാട്ടിലൊരു അമ്പലത്തിൻ്റെ ഉള്ളിലാണ് എന്നുള്ളൊരു പ്രതീതിയാണ്. സ്ഥലക്കുറവോ യാതൊരു വിധതുമില്ല. എന്തൊരു ഭംഗിയാണ് അറിയോ അമ്പലത്തിന്. അത് കഴിഞ്ഞ് ഇത് നൃത്തമണ്ഡപം എന്ന് പറയില്ലേ, അതേമാതിരി കലാപരിപാടികളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. മണ്ഡലകാലത്തല്ല, എപ്പോഴും എല്ലാ നാരായണീയ ഭാഗവത സപ്താഹങ്ങളൊക്കെ നടക്കാറുണ്ട്. തൊട്ടടുത്തുള്ള ബുദ്ധൻ്റെ ഒരു ടെമ്പിളും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത് AC ഹാള് മാതിരിയാണ്. ഇവർ ബുദ്ധൻ്റെ ടെമ്പിൾ അവർ വിശേഷങ്ങൾക്കും അവരുടെ ഓരോ പ്രോഗ്രാമിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം അങ്ങനെ മീൻസ് മൂർത്തി ഉണ്ട് എന്ന് മാത്രമേ തന്നെയുള്ളൂ. എല്ലാവരും വന്ന് തൊഴുത് അങ്ങനെ പോകണമെന്ന് മാത്രം. ഒരു പൂജയോ ഇതൊന്നുമില്ല. AC ഹാളാണ് പറഞ്ഞല്ലോ ഞാൻ. അത് കഴിഞ്ഞ് മുകളിൽ വേറെയുണ്ട്. അപ്പോൾ ചെറിയ പരിപാടി സ്റ്റേജും ഒക്കെ ആയിട്ടുള്ള ഒക്കെ കൂടിയുള്ള ഒരൊറ്റ ഹാള് മാതിരിയുള്ള അമ്പലം. പക്ഷെ ബുദ്ധൻ്റെ പ്രതിമ നല്ലൊരു ഭംഗി തോന്നി. അത് കഴിഞ്ഞ് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ വ്യക്തമായി കാണാം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇത്. അപ്പോൾ എല്ലാവരും ഈ അമ്പല സമുച്ചയത്തിൻ്റെ അവിടേക്ക് വരിക. ഇവിടെ ഇതിലും സൂം ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കലാപരിപാടികൾ, ഉത്സവമുണ്ട്. മണ്ഡലകാലം അവസാനിക്കുന്നതോടുകൂടി പൂരവും ആഘോഷവും വാദ്യമേളത്തോടു കൂടിയാണ് അവസാനിക്കുക. സപ്താഹങ്ങളും ഒക്കെ നടക്കാറുണ്ട്. ഭക്ത ഗാനമേള ഒക്കെ എപ്പോഴും ഉണ്ട്, നാമജപങ്ങൾ. അപ്പോൾ ഇവിടെ വരാതിരിക്കരുത്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയൊരു നല്ലൊരു അനുഭൂതിയായിരിക്കും. അപ്പോൾ അയ്യപ്പസ്വാമി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം. സ്വാമിയേ ശരണമയ്യപ്പ.